കനണ്ടോ? കനൊക്കെ ഉണ്ട്. പിടിക്കണോ? പിടിക്കണോ? എന്താ അത് എൻ്റെ അപ്പോ? ദാ ഇവിടെ കൊണ്ടുവന്നിട്ടോളൂ. ഇവിടെ 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 അവിടെ വെയിലില്ലേ? ഇതൊന്ന് കൊഴിക്കേണ്ട അവിടെ കൊണ്ടിട്ട് ദാ ഇതില് വെച്ചിട്ട് കൊഴിക്കാ വരും. ആ വെയിലത്ത് എന്തിനാണ്? അവിടെ വെയിലില്ല, അപ്പുറത്ത് വന്ന് നോക്കി വെക്കും. കാണാണ്ട് എന്താ പറയുന്നത്? കണ്ടോ വെയിലുണ്ടോ? ചാക്ക് നിറയെ പണാണ്. ചാക്ക് നിറയെ പണാണ് കേട്ടോ. നമുക്ക് കാര്യമായിട്ടായാലും ഒരു ദിവസത്തെ പണിക്കൂലി പോയി നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ദിവസത്തെ ശരിയാ. ഇനി കുറച്ച് എന്താ വെച്ചാൽ നമുക്ക് ഇത്രയൊന്നും ആയിരുന്നില്ല, അതിൻ്റെ ഒരു 4 ഇരട്ടി ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് കംപ്ലീറ്റ് നമ്മൾ വീട് വെച്ചാൽ ഈ ഭാഗത്ത് കംപ്ലീറ്റും കവുങ്ങായിരുന്നു. അടുത്തടുത്ത് കവുങ്ങുണ്ടായിരുന്നു. ആ കവുങ്ങിലൊക്കെ കുരുമുളക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ആ സമയത്ത് നല്ലൊരു വരുമാന മാർഗ്ഗമായിരുന്നു അത്. കുരുമുളക് ഉള്ള സ്ഥലത്ത് ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ. അത് ആകെ 17 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഈ 17 സെൻറ്റ് സ്ഥലത്ത് കുരുമുളക്, അടയ്ക്ക, തെങ്ങ്, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഏട്ടാ? എന്താ കണ്ടോ, അതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് കാണുമ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ പറിച്ചില്ല. പിന്നെ ഇപ്രാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ പോയി. അപ്പോൾ ഇപ്രാവശ്യം ഒരാളെ വിളിക്കാനുള്ള ഇല്ല. നമുക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇല്ല. മരത്തിൽ കയറുമ്പോൾ കൈകാലം മറക്കുക. മരത്തിലല്ല, ചെറിയൊരു ഏക്കരത്ത് കയറുമ്പോൾ കൈകാലം മറക്കുക. ഇനി അതിൽ കയറി എങ്ങാനും വല്ല പുലുവാലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കുരുമുളക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ശരിയാ. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത്രയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ കാണുന്ന പോലെ ഇല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏട്ടൻ്റെ ചുമ മാറിയിട്ടില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇത് ഏറ്റുമ്പോൾ പറഞ്ഞതാണ് ചുമ വരും കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, കൊഴിക്കാൻ സുഖമാണ്. കണ്ടില്ലേ? ഇതാ അപ്പം തന്നെ കണ്ടോ, നോക്കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് വേഗം വേഗം പണി കഴിയും. ഒരു പ്രാവശ്യം അത് പറയും. ഒരു പ്രാവശ്യം നമ്മൾ ഈ എല്ലാം പാടെ പറിച്ചിട്ടേ എത്ര ഉണ്ടാവും. ഇവിടെ നിന്ന് ഇത്ര ഭാഗം ഉണ്ടായിരുന്നു ചേട്ടാ. എന്നിട്ട് 3 ദിവസം നമ്മളിത് കൊഴിക്കാൻ നിൽക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുരുമുളക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഒരു വർഷം നല്ല ഉണ്ടായി. നമ്മളിത് എന്താണെന്നറിയോ, ഇതൊക്കെ നിർത്തുന്നത് ആൾക്കാർ. നമ്മളിത് കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്തിട്ട് കടയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വിലയേ ഉണ്ടാവില്ല. കുരുമുളക് അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പാടില്ലേ. അതിങ്ങനെ ഉണക്കി വെക്കുക, എന്നിട്ട് വില അന്വേഷിക്കുക. വില കൂടുന്ന സമയം നോക്കിയിട്ട് കൊണ്ടു കൊടുക്കുക. കുരുമുളകിന് എല്ലാ സമയത്തൊന്നും ഒരേ വില ഉണ്ടാവില്ല. ശരി. എപ്പോഴാണ് വില കൂടുതൽ കിട്ടുന്നത് വെച്ചെങ്കിൽ ആ സമയത്ത് കൊണ്ടു കൊടുക്കുക. അന്നേരം നല്ല പൈസ കിട്ടും. ഇതേ ഇങ്ങനെ ചെയ്യുമ്പോഴേ കാലിൽ മുറിയും കൂടി വേണം കേട്ടോ. ആ ഹഡി അയ്യോ ഏട്ടാ നോക്കി നോക്കൂ. 2 മണി പോകുമ്പോഴേക്ക് തൊള്ളയിട്ടാലെങ്ങനെ 2 മണി പോവാ പറഞ്ഞു കഴിഞ്ഞാൽ നിധി പോലെയാണത്. കണ്ടോ, അതിന് അച്ഛത് ചെയ്തിട്ടില്ലേ. അമ്മ അത് അച്ഛനും അച്ഛമ്മയൊക്കെ ചെയ്യുമ്പോ അമ്മ സഹായിക്കാൻ കൂടുതലുണ്ടേ. അതാ എന്താ ചെയ്യണത് അച്ചു? വേണ്ടോ ഇനി ഇങ്ങനെ ഇതായി കഴിഞ്ഞല്ലേ പിന്നെ നമുക്ക് ഇത് വൈകുന്നേരത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തേ ഓരോന്നോരോന്നുള്ളത് ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ചവിട്ടിയാൽ മതി കേട്ടാ. എന്താണ്ടോ പകുതി മുക്കാല് കളയാണ്. അതൊന്നും കുഴപ്പമില്ല. എന്റെ പൊന്നു നോക്ക്. ഇതിങ്ങനെ ആക്കേണ്ട കാര്യമില്ല. കൈ കൊണ്ടായാലും കാലുകൊണ്ടായാലും കുഴപ്പമില്ല. കൈ കൊണ്ട് വരില്ല, കാലും കൊണ്ടാണ് എളുപ്പം. കൈയും കൊണ്ട് വരില്ല, അതാണ് പ്രശ്നം. അന്ന് കുരുമുളകിന്റെ വീഡിയോ ഇട്ട സമയത്ത് ആരോ ചോദിച്ചായിരുന്നു കാലും കൊണ്ടാണോ ചവിട്ടുന്നതെന്ന്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. സാധനങ്ങളല്ലേ ഇതൊക്കെ കാലും കൊണ്ടാണോ ചവിട്ടുന്നത്? ഇത് നമ്മൾ എന്നിട്ട് ഇനി ഉണക്കി ചേറി ഇതിത്തെ ചപ്പും ഇതൊക്കെ കളഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ തിരിയില്ലേ എത്ര ചെറുത്. ഇതാണ്ടോ ഞാൻ ഇതാക്കിയപ്പോൾ കണ്ടില്ലേ എത്ര വേഗം പണി കഴിയുന്നുണ്ട് പറഞ്ഞിട്ടാ. കണ്ടില്ലേ? ഇതേ ഏട്ടനും അനിയനൊന്നും ഇത് നേരെയാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. സുകന്യയ്ക്കും കൂടി വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനും അമ്മയൊക്കെയാണ് ഇത് നേരെയാക്കൽ. കഴിഞ്ഞോ? അച്ഛനുള്ള സമയത്തില്ലേ ഇതിൻ്റെ കറക്റ്റ് ആ സമയം എപ്പോഴാണോ അത് നോക്കി അതിൻ്റെ മൂപ്പ് നോക്കി അപ്പോഴേക്ക് ആളെ നോക്കി പറപ്പിക്കും. നമ്മളൊന്നും അറിയണ്ട. നമ്മളൊന്നും അറിയേണ്ടി വരില്ല.
ഇപ്പം അച്ഛൻ പോയപ്പോൾ അപ്പം ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്നത് ഇപ്പോഴൊക്കെയാണ്. ഇപ്പം ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. വീട്ടിലത്തെ ഒരു കാര്യം അച്ഛൻ അറിയിച്ചിട്ടില്ല, അറിയേണ്ടും വന്നിട്ടില്ല. അമ്മയ്ക്ക് അറിയേണ്ടി വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അത് അരി തീരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയും കൂടി ഇല്ല. അച്ഛൻ എപ്പോഴാണ് അരി നോക്കുന്നത്, എപ്പോഴാണ് അരി തീർന്നോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഇല്ല. അതൊക്കെ കൃത്യമായിട്ട് അച്ഛനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അച്ഛന് എപ്പോഴും അരി ഉണ്ടായിക്കൊള്ളണം. അരി തീരാനുള്ള ഇടവില്ല. അപ്പോഴേക്ക് പോയിട്ട് റേഷൻ കടയിൽ പോയി അത് വാങ്ങി വെച്ച് അമ്മയ്ക്കുള്ള തുണികളാണ് നമ്മളെ എല്ലാവരുടെ കാര്യങ്ങളും മക്കളുടെ ശരി എല്ലാവരുടെ കാര്യങ്ങളും അതെ. അച്ഛൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഇതൊക്കെ ഇത് ഇങ്ങനെ ഓരോന്നുള്ളത് ഇങ്ങനെ കളയാണ്. ഇതാണ്ടോ ഓരോന്നുള്ളത് ഓരോരുത്തർ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് നമ്മൾ ഓരോന്നിൻ്റെ വില അറിയുന്നുള്ളൂ. അച്ഛനായാലും അമ്മയായാലും അവരൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഒരു വില അറിയാതെ ഇരുന്നിട്ടൊന്നുമില്ല. പക്ഷെ പറയുക നമ്മൾക്ക് അത്ര ശ്രദ്ധിക്കേണ്ടി വരുന്നില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അവരങ്ങനെ ഒരു കല്യാണ കാര്യങ്ങൾ ആരുടെങ്കിലും കല്യാണം വിളിച്ചാലും കൂടി ആ ഒരു സമയമാകുമ്പോഴേക്കും പോണില്ലേ ഇന്നോടത്ത് വിളിച്ചേക്കണോന്ന് പറയാൻ നിൽക്കും കേട്ടോ. പക്ഷെ അച്ഛൻ ഒരു നേരം അങ്ങനെ ഇവിടെ ഈ വീട് വിട്ടിട്ട് നിന്നിട്ടുമില്ല. അച്ഛൻ എവിടെ പോയാലും നമ്മുടെ ഈ വീട്ടിൽ വന്ന് താമസിക്കണം കേട്ടോ. അച്ഛൻ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ്. ഇതാണ്ട് ഓരോ മണികൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അന്തി മാറി ഉറങ്ങാന്നല്ലാതെ കൂടുതൽ ദിവസമേ നിൽക്കില്ല. അച്ഛനെ വീട് വിട്ട് നിൽക്കുന്നതേ ഇഷ്ടമുണ്ടായിരുന്നില്ല. അച്ഛൻ പഠിക്കണമെങ്കിൽ അമ്മേനെ എവിടേക്കും പോകാൻ സമ്മതിക്കില്ല കേട്ടോ. അച്ഛൻ അങ്ങനെയുണ്ട്. ഓരോ ഇഷ്ടങ്ങൾ പേരക്കുട്ടികളിൽ വെച്ചിട്ട് അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അച്ഛന് ചോറ് വാരി കൊടുക്കുക, അച്ഛന് പാട്ട് പാടി കൊടുക്കുക ഒക്കെ ചെയ്തിരുന്നു. നമുക്കിതിങ്ങനെ ചെയ്യുന്ന വരുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുകയല്ലേ ഏട്ടാ. സമയങ്ങളിലൊക്കെയാണ് അവർ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമ്മളിതൊന്നും അറിയേണ്ടേ വന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് വീട്ടിൽ തേങ്ങ ഇല്ല, പച്ചക്കറി ഇല്ല, അരിയില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളേ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ പൈസ കൊടുക്കുക, അച്ഛൻ വാങ്ങിക്കൊണ്ടുവരിക, അങ്ങനെ ഇതായിട്ട് ഇവർക്കൊരു സാധനം വാങ്ങാനറിയില്ല. കടയിൽ പോയിട്ടില്ലേ ആ ഒരു നല്ലത് എന്ത് സാധനമാണെന്ന് വെച്ചാൽ എത്രയാണ് വാങ്ങേണ്ടത് എന്നുള്ള കാര്യം അറിയേയില്ല. എപ്പോഴും കടയിൽ പോകുമ്പോൾ അവിടെ വിളിച്ചു വെച്ചിട്ട് വാങ്ങരുത്, വിളിച്ചു ചോദിക്കും. കാരണം നമ്മൾക്ക് അങ്ങനെ വന്നിട്ടില്ല, ആവശ്യം വന്നിട്ടില്ല. ആ സമയങ്ങളിലൊക്കെ എന്താണ് വേണ്ടത് അത് കടയിൽ പോകാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരങ്ങോട്ട് ആയിക്കോളും. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്തു എന്നുള്ളതൊന്നും അന്വേഷിക്കണം. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളെ ഓണമാകുമ്പോൾ ഓണം വിഷു ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരു കഷ്ണം മത്തൻ, അതേപോലെ ഒരു കുമ്പളങ്ങ കുട്ടി, പപ്പടം, ശർക്കര വരട്ടി, ഈ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടില്ലേ. ആദ്യമേ കേടുവരാത്ത സാധനങ്ങൾ കേടുവരാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും. പഴം ഒക്കെ പഴുക്കടേൻ്റെ എത്രയേ മുമ്പേലേട്ടാ അച്ഛനുള്ള സമയങ്ങളിൽ ഓണം, വിഷു, അല്ലെങ്കിൽ തിരുവാതിര, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ എല്ലാം നേരത്തെ ഒരുക്കി വയ്ക്കുക അച്ഛൻ. നമുക്കിപ്പോൾ തിരുവാതിര ആയതും കൂടി അറിഞ്ഞില്ല, തിരുവാതിര കഴിഞ്ഞതോ ആയതോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ അച്ഛനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആ തിരുവാതിരയുള്ള സമയങ്ങളിൽ കറക്റ്റായിട്ട് മീൻ, അതിന് വേണ്ട തിരുവാതിരയ്ക്ക് നോമ്പ് നോക്കേണ്ടതും എല്ലാം ആ സമയത്തേക്ക് അച്ഛൻ്റെ ഒക്കെ റെഡി ആക്കി. നമുക്ക് തിരുവാതിര പറഞ്ഞു കഴിഞ്ഞാൽ ഊണയ്ക്ക് വരുന്ന സമയത്ത് ഉണക്കസ്രാവൊക്കെ കൂട്ടി ഊണയ്ക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരുവാതിര ഒന്നാണില്ലേന്ന് അറിയാം. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പം ഒക്കെ മാറി. ഓ പൊന്നു സഹായിക്കാമ്മേനെ. ഈ ഓരോന്നും നേരേക്കണതാണ് ബുദ്ധിമുട്ട് അല്ലേ. കൂട്ടത്തോടെ കൊഴിഞ്ഞോയിട്ട് ഓരോന്ന് ഇങ്ങനെ കിടക്കട്ടോ. എൻ്റെ വീട്ടിൽ ഈ സംഭവമൊന്നും ഇല്ലാത്തത് കൊണ്ടേ ഇവിടെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വരുമ്പോൾ കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലുള്ളപ്പോൾ നമുക്കതിൻ്റെ വിലയെ അറിയില്ല. ഒരു കൊല്ലം ഇല്ലാതെ എപ്പോഴേക്ക് ഒന്നിക്കും കുരുമുളക് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതെ പോയി. അപ്പോഴാണ് ഇതിൻ്റെ വില അറിയുന്നത്. ഒന്ന് ചുക്കാപ്പി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇറച്ചിക്കറി എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിലൊരു 2 മണി ഇടാനോ ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ അപ്പോഴാണ് സത്യത്തിൽ അയ്യോ കുരുമുളക് ഇല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാലേ എന്നുള്ളത് അറിയുന്നത്. പക്ഷെ ഇത്രയും നല്ല കേട്ടോ, ഈ മരത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവണതാണ്. ഒരു പ്രാവശ്യം എന്താ വെച്ചാൽ മൂച്ചിയിലൊക്കെ ഉണ്ടായത് നല്ല ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നല്ല മേലൊക്കെ ആയിപ്പോയി.
അത് മേലേക്ക് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ട് ലൈനിൻ്റെ മേലെ കൂടെ ഒരു കൊമ്പ് 2 കൊമ്പ് പോകുന്നുണ്ട്. അത് നിറയെ ഉണ്ടായില്ല. പക്ഷേ അത് മറ്റേ ഇലക്ട്രിക് ലൈനിൻ്റെ മേലെ ആവുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലും കഷ്ടകാലത്തിന് തട്ടുമുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൃഷിനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. കാര്യമായിട്ടല്ല, ഒന്നും അറിയില്ല. ഇപ്പോഴും ഒരു ചെടി മര്യാദയ്ക്ക് എങ്ങനെ വെക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല. നമുക്ക് കൈക്കോട്ടെടുത്ത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അച്ഛന് ദേഷ്യം വരുമായിരുന്നു. അച്ഛൻ പറയും ഞാനേ കൈക്കോട്ടെടുത്ത് കളിക്കുക, അത് ജീവിതം കൈക്കോട്ടിലായി പോയി, അതാണ് വെച്ച് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കോളും പറയും. ഒന്നും അച്ഛൻ ചെയ്യിപ്പിച്ചിരുന്നില്ല. അതാണ് വലിയ. എന്നാൽ രണ്ടാമത്തെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കളച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടോ. ഇവര് 2 പേർക്കും അറിയില്ല. മടിയന്മാരെന്നല്ല, അങ്ങനെ പറയരുത്. അച്ഛക്ക് അങ്ങനെ നമ്മൾ കൈക്കോട്ട് നിർത്ത് പണിയെടുക്കുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അച്ഛയ്ക്കും അമ്മയ്ക്കും ഒരു ഇടങ്ങറുണ്ടാവില്ലേ, അതുപോലെ ഒരു ഇടങ്ങറ്. അല്ലാണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലായി. അവർ നല്ല പ്രായങ്ങളിലൊക്കെ ആ കൈക്കോട്ടിൽ അവർ ജീവിതം തീർന്നു പോയതാണ്. അപ്പോൾ അങ്ങനെ അച്ഛനും മക്കളങ്ങനെ അവരൊന്നും അച്ഛൻ ആഗ്രഹിക്കാണ്ടിരിക്കുമോ? അങ്ങനെ കറി ഏതില് കൈ കൂടെ കയ്യിൽ ഇതാ എൻ്റെ കൈയുണ്ടോ? ഇതാ അല്ലേ, അത് കുരുമുളകിൻ്റെ കറിയാണേ, പച്ചക്കറിയാണേ. എനിക്ക് ഉണ്ടാവും കുരുമുളക് എനിക്ക് ഇഷ്ടാട്ടോ. പക്ഷെ അടയ്ക്ക കൈ കൂടെ മടക്കി പിടിക്കുക, കാല് മടക്കി പിടിക്കാൻ പറ്റുമോ? പുറത്തേക്ക് പോകുമ്പോഴേ ഇത് കറുപ്പ് പോയില്ലെങ്കിലേ എന്താ കാലിൽ ചെറിയൊരു മുറിയും വേണം. എന്നിട്ട് ഇങ്ങനെ കാലും കൊണ്ട് നീറ്റിലിങ്ങനെ വരണം. ഏട്ടന് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞതേ. അല്ല പറയേ, നമ്മളെന്താന്നറിയോ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇടങ്ങാറ് തോന്നുക അല്ലേ? അല്ല, അങ്ങനെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മളങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്കപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരിക ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ. എന്നത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ അച്ചുട്ടി ഇന്ന് ബിരിയാണി ഉണ്ടാക്കിട്ടോ. ഞാൻ രാവിലെ ഇന്ന് അമ്മോന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വിട്ടു സ്കൂളിലേക്ക്. കുറച്ചല്ലേ വേണ്ടുള്ളൂ, ഇവർക്ക് സ്കൂളില്ലല്ലോ പറഞ്ഞിട്ടേ. അപ്പോൾ ചെറിയൊരു കുശുമ്പ് വന്നൊക്കെ അച്ചുവിന്. പിന്നെ അച്ചു ഉച്ചയ്ക്ക് എടുത്തിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയേക്കണം. ഏട്ടാ നന്നായിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ? അച്ചുവിൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടണം നമുക്ക്. വൈകുന്നേരത്തെ ഞാൻ ഒഴിഞ്ഞിരിക്കുമ്പോഴല്ലേ നേരേക്ക് കൊള്ളാട്ടേട്ടാ. അങ്ങനെയുള്ള ജീവിതചര്യയിലൊക്കെ ഭയങ്കര കൃത്യതയുള്ള ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളും നോക്കി ശ്രദ്ധിച്ച് ചെയ്യണ. പ്രത്യേകിച്ചൊന്നും അച്ഛന് വയസ്സാം കാലത്തൊന്നും നേരം പോകാനൊന്നും ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നത് അതൊക്കെ തന്നെ. അച്ഛൻ്റെ നേരം പോക്കുകൾ ഇതൊക്കെ തന്നെ. അച്ഛൻ്റെ നേരം പോക്ക് മാത്രമല്ല, അച്ഛന് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ചീത്ത നല്ല പറയും. ചീത്ത എല്ലാവരും പറയില്ലേ ഇങ്ങനെ, എന്താ ചേച്ചി ഒതുങ്ങിയിരിക്കാത്തത്. അപ്പം അച്ഛൻ അങ്ങനെയാണ്, വെറുതെ ഇരിക്കുന്ന അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ ചീത്ത പറയും. ചുരുങ്ങിയത് ഒരു ദിവസം ഒരു 20 കിലോമീറ്ററിൽ നടന്നിരുന്നു. ആജാതി നടക്കും. ഒരു കാര്യമില്ലാണ്ട് നട്ടുച്ചയ്ക്ക് ചിലപ്പോൾ 2 മണിക്കൊക്കെ എണീറ്റിട്ട് നടക്കും ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കോണിക്കഴി, ചിലപ്പോൾ അങ്ങോട്ട് മുണ്ടുള്ളി അല്ലെങ്കിൽ ചെറായ അങ്ങനെയൊക്കെ പോവുക, അപ്പോൾ തന്നെ വരിക. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്കും ചിലപ്പോൾ ബീഡി കഴിഞ്ഞ് എന്നിട്ട് ബീഡി വാങ്ങാൻ അതേപോലെ പോകും. അങ്ങനെ ഒരു ദിവസം വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അച്ഛന് ഒരു ക്ഷീണങ്ങളൊക്കെ, വാർദ്ധക്യമൊന്നും അച്ഛന് വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. വാർദ്ധക്യ ക്ഷീണങ്ങളോ വാർദ്ധക്യ അസുഖങ്ങളൊന്നും അച്ഛനുണ്ടായിരുന്നില്ല. ഷുഗറോ പ്രഷറോ അങ്ങനെ കൊളസ്ട്രോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ ഒതുങ്ങിയിരിക്കില്ല. അച്ഛൻ ഫുൾ ടൈം ഒരു പണി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ നടത്തുന്നത് തന്നെയായിരുന്നു ഓരോ കാര്യം. വല്ല കാര്യത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇങ്ങനെ വെറുതെ നടക്കും. അത് വെയിൽ, നല്ല വേനൽക്കാലത്ത് പുറത്തിറങ്ങാൻ പേടിക്കുന്ന വേനൽക്കാലത്ത് ആ വെയിലടക്കം കൊണ്ട് അച്ഛൻ നടക്കുമായിരുന്നു. കഴിഞ്ഞോട്ടോ, ഇത്രയേ ഉള്ളൂ പണിയിലേട്ടാ, ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ, കുറച്ചും കൂടി. ഏട്ടന് സ്പീഡേ ഇല്ല, ഞാനാട്ടോ 3/4 ഭാഗം ചെയ്തത്. ഞാനത് കൈകൊണ്ട് ഇങ്ങനെ ആക്കി, അങ്ങനെ കാലുകൊണ്ടാക്കിയാൽ ശരിയാവണ്ടേ? പറ്റണതല്ല ചെയ്യാൻ പറ്റും, അറിയണതല്ലേ ചെയ്യാൻ പറ്റൂ. ഞാൻ ഇവിടെ വന്നിട്ടേ പഠിച്ച്, നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടേ നിങ്ങൾക്ക് അറിയില്ല ചല അല്ലേ പൊന്നാ? ഇതൊക്കെ ഒരു ഇതാ കല, കുരുമുളക് നേരാക്കണതോ? ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഓർമ്മകളൊക്കെ ഓരോ ഭാഗത്തുകൂടെ ഇങ്ങനെ പോകും. അതൊന്നും അവർ ഓർക്കാൻ ഇങ്ങനൊരു അവസരം വേണ്ടി വന്നിട്ടല്ല, ഇതൊക്കെ അവരൊക്കെ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളാവുകൊണ്ട്
അതൊക്കെ അച്ഛൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ വേഗം സങ്കടം കരച്ചിലൊക്കെ വന്നു കേട്ടോ. ഇപ്പോൾ പിന്നെയും കുറേയൊക്കെ ഒരു മാറ്റം വന്നു. ജീവിതം അങ്ങനെ ഓരോ വഴിക്ക് പോവല്ലേ. എന്തല്ലേ നമ്മളൊക്കെ ഇവരൊക്കെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിഞ്ഞ് നമ്മളെങ്ങനെ ജീവിക്കും എന്നുള്ളൊരു സമയത്ത് ആലോചിച്ചായിരുന്നു. ഇവരൊക്കെ കാണാതെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റിയെന്ന്. മറവി എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറവി എന്ന് പറഞ്ഞുള്ള സംഭവം ഇല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും അല്ലേ? പിന്നെന്താ, അത് എല്ലാവിടെയും അങ്ങനെ തന്നെ അല്ലേ ഏട്ടാ. നമ്മളിപ്പോൾ എല്ലാതും തരണം ചെയ്ത് വേണ്ടേ ജീവിക്കാൻ. സുഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എല്ലാം നമ്മൾ തരണം ചെയ്ത് നമുക്ക് എന്തായാലും ആകെ കുറച്ച് കാലം ഉണ്ടാവും. ആ ഒരു കൊല്ലം ഒന്നിനോടും പൊരുത്തപ്പെടാനേ പറ്റിയിട്ടുണ്ടാവില്ല. ഓരോരുത്തർ കാര്യം പറയുമ്പോഴേക്ക് തൊണ്ടയിടാതെ ഏട്ടൻ കറിയായിരുന്നു കേട്ടോ. നല്ല ഒരു വർഷത്തോളം അങ്ങനെയായിരുന്നു. ഭയങ്കര ഞാനപ്പോൾ ഇങ്ങനെ വിചാരിച്ചു എനിക്ക് എങ്ങനെയാണ് എന്താണ് എന്നൊരു മാറ്റം വരാത്തത്. ഏട്ടൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ സ്നേഹത്തോടെ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടാണ് അച്ഛൻ പറയുക അധികം. അത് ചിലവർക്ക് സ്നേഹം ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്, പൊരുത്തപ്പെട്ട് പോവാണ്. അറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, അറിയാത്ത ആൾക്കാർക്ക് മൂപ്പരാൾ എന്താ ഇപ്പം ഇങ്ങനെ പറയും. പക്ഷേ അച്ഛൻ ദേഷ്യപ്പെട്ടിട്ടേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുള്ളൂ. അച്ഛൻ സ്നേഹത്തോടെ പെരുമാറി കണ്ടിട്ടുണ്ടാവുക പേരക്കുട്ടികളായിട്ടാണ്. അതുവരെ ഒരു കടുംപിടുത്തായിരുന്നു. നമ്മളാണ് പറഞ്ഞു വെച്ചാലും എന്താ എനിക്കൊക്കെ ചില സമയത്ത് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് അച്ഛൻ്റെ ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര ഉള്ളിൽ നിറയെ പിന്നെ അച്ഛനെ മനസ്സിലാക്കിയപ്പോൾ അച്ഛനെന്താ വെച്ചാൽ ഉള്ളിൽ നിറയെ സ്നേഹമാണ്. അതേപോലെയാണ് ശരിക്കും പറയാം, എല്ലാവരും പറയില്ലേ ദേഷ്യമാണ് അങ്ങനെ ഇങ്ങനെ, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ശരിക്കും ഒരുപാട് സ്നേഹം ഉണ്ടാവുക അല്ലേട്ടാ. ഈ തിരിയില്ലേ നമ്മൾ റോട്ടിൽ കൊണ്ടുപോയിടും കേട്ടോ. നമ്മുടെ വിചാരം എന്താണെന്നറിയോ, ഇത് റോട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞു വെച്ചാൽ പിറ്റത്തെ പ്രാവശ്യം നിറച്ചുണ്ടാവുന്നതാണ്. പക്ഷേ നമ്മളത് വീഡിയോ കൂടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അമ്മയും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ ഇട്ടിരുന്നേ റോട്ടിലിടുന്നത്. അപ്പോൾ പറഞ്ഞിരുന്നു ഇതെന്താ അത്രയെന്നറിയോ, കച്ചവടക്കാർ കുരുമുളക് ഇവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടത്രേ. പക്ഷെ നമ്മളിവിടെ പുളി ഇടാറുണ്ട് അല്ലേട്ടോ, അങ്ങനെ പുളി അടയ്ക്കത്തോടൊക്കെ ഇടാറുണ്ട് കേട്ടോ. നമുക്കറിയില്ല, ഓരോ മനുഷ്യന്മാരുടെ ഓരോ പൊട്ടത്തരങ്ങൾ. അല്ല നമുക്കറിയില്ല, അതാണ് നമ്മൾ കണക്ക് കൂട്ടിയത് അങ്ങനെയാണ്. കുട്ടി വന്നോ? അംഗനവാടിയിൽ നിന്ന് ഉപ്മാവ് കൊണ്ടുവന്നോ വല്യമ്മക്ക്? എന്തേ ഞാൻ പറഞ്ഞല്ലോ ഉപ്മാവ് കൊണ്ടുവരാന്. പോയില്ലേ? ഇത് അത്ര ഉണ്ട് കേട്ടോ. ഇത് ഞാൻ നേരേക്കിട്ട് വരാം. ഏട്ടൻ പോവാച്ച പൊക്കോ. ഇനി ഇതില് പിന്നെ ഇരിക്കണ്ടല്ലോ. വൈകുന്നേരത്തെ ചോറും കൂട്ടാനൊക്കെ വെക്കണം. വീഡിയോ നിർത്താ. ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ അയ്യോ വെള്ളത്തിൽ നനഞ്ഞോന്നിരിക്കും. അപ്പോഴേ നമുക്കിനി ഇന്ന് തോര പണികളുള്ള ദിവസമാണ് കേട്ടോ. ഇതെന്താ പറഞ്ഞ വെച്ചാല് ശബ്ദമൊക്കെ ശരിയായി വരുന്നേ ഉള്ളൂ. ഏട്ടൻ്റെ സൗണ്ട് വീഡിയോയിലേക്ക് ഒന്നും നിൽക്കാൻ തോന്നാത്ത അതുകൊണ്ടാണ്. കാരണം എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വർത്താനം പറയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും വീഡിയോ നിർത്താം. നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടക്കണം.